നമസ്കാരം. അർജുൻ അശോകനെ കേന്ദ്ര കഥാപാത്രമാക്കി അദ്വൈത് നായർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ചത്താപച്ച. ഇന്ന് ചത്താപച്ചയുടെ വിശേഷങ്ങളിലേക്ക്. 2026 ജനുവരി മാസത്തെ രണ്ടാമത്തെ മലയാളം റിലീസാണ് ചത്താപച്ച. ചിത്രത്തിന്റെ ആദ്യത്തെ പോസ്റ്ററൊക്കെ കണ്ട സമയത്തെ വല്ലാത്തൊരു വണ്ടർ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ഒരു ചെറുപ്പകാലത്ത്, അതായത് ഞാൻ ആദ്യം പറയാം, ഞാനൊരു 90 കിഡാണ്. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടി വിയിൽ റെസ്ലിംഗ് കാണുന്നത്. അന്നത്തെ അണ്ടർടേക്കറും ബിഗ് ഷോയും പ്രൈമസ്റ്റീരിയും ജോൺസണും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ടീമാണ്. മരിച്ചുപോയ അണ്ടർടേക്കർ വീണ്ടും പുനർജനിച്ച് വരിക എന്നുള്ള കഥകളൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ സ്കൂളിൽ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഈ ഒരു റെസ്ലിംഗ് നമ്മുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മളിങ്ങനെ ചുമ്മാ മതിലിന്റെ അടുത്തൊക്കെ പോയിട്ട് രണ്ട് മൂന്ന് കുത്തൊക്കെ ഇങ്ങനെ കുത്തുകയും ആരില്ലാത്ത സമയത്ത് നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു റെസ്ലിംഗ് പിടിക്കുന്ന ഒരു സമയം, ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഈ ഒരു സിനിമ റെസ്ലിങ്ങിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ചിത്രമാണ്. റെസ്ലിംഗ് അല്ല, റെസ്ലിങ്ങിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ചിത്രമാണ് എന്നുള്ളൊരു ഇത് ആദ്യമേ തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. അതിന് അതിനോട് സാമ്യം തോന്നിക്കുന്ന രീതിയിലുള്ള പല ക്യാരക്ടർ പോസ്റ്ററുകളുമായിരുന്നു പുറത്തുവിട്ടിരുന്നത്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ പോസ്റ്ററൊക്കെ കണ്ട സമയത്ത് തന്നെ ചിത്രത്തിനെ കുറിച്ച് ഒരു വലിയൊരു പോസിറ്റീവ് അഭിപ്രായം തന്നെയായിരുന്നു മനസ്സിൽ തോന്നിയത്. അങ്ങനെ കുറെ കാലങ്ങൾക്കൊക്കെ ശേഷം ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയപ്പോൾ ഉറപ്പിച്ചു, വാവ്, ഇതൊരു വണ്ടർഫുൾ സംഭവം തന്നെയായിരിക്കുന്നു. ഭയങ്കര രസമായിട്ടാണ് ആ ഒരു ടീസർ മേക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ആഹാ, ആ കൊള്ളാലോ. ഇപ്പോ ആളുകൾ കുറെ യുവ സംവിധായകന്മാർ ഇങ്ങനെ സിനിമയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമന്റെ സ്റ്റൈലും സിനിമ സഞ്ചരിക്കുന്ന സ്ട്രക്ചറും ഒക്കെ തന്നെ ആകെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതിന്റെ കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കുന്ന സമയത്ത് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ചെക്കൻ തന്നെയാണ്. പേര് അദ്വൈത് നായർ. അങ്ങനെ അയാളെ കുറിച്ച് ഇങ്ങനെ നോക്കിയ സമയത്താണ് വേറൊരു കാര്യം മനസ്സിലായത്. അയാളൊരു നെപ്പോ കിഡ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ലെങ്കിലും അയാളൊരു നമ്മുടെ മലയാളത്തിലുള്ള സൂപ്പർ സ്റ്റാറായ മോഹൻലാലിന്റെ അനന്തരവനാണ്. അപ്പം എന്താ വിചാരിച്ചു, എന്നാൽ പിന്നെ ഒന്ന് നോക്കിക്കളയാം, ഇയാളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കിക്കളയാം എന്ന് വിചാരിച്ചു നോക്കുന്ന സമയത്താണ് ചത്തയപ്പച്ചയായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം അർജുൻ അശോകനാണ് നായകൻ എന്ന് പറഞ്ഞു, പിന്നെ റോഷൻ മാത്യു പടത്തിലേക്ക് വന്നു, പിന്നെ വിശാഖ് നായർ വന്നു, പിന്നെ ജിസ്മോൻ വന്നു. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ ക്യാരക്ടർ പോസ്റ്ററിലൂടെയും ടീസറിലൂടെയും ഒക്കെ ഓരോ കഥാപാത്രങ്ങൾ അങ്ങനെ ഇവര് പുറത്തു വിട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിത്രം ജനുവരി 22 റിലീസാന്നുള്ളൊരു പോസ്റ്ററും കൂടെ പുറത്തു വന്നത്. അങ്ങനെ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് ആദ്യത്തെ ഷോയിൽ തന്നെ ടിക്കറ്റ് എടുത്തു. സത്യം പറയാലോ, 2026 ഒരു അടിപൊളി ചിത്രം തന്നെയാണ് ചത്താപച്ച. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കഥയോ കാര്യങ്ങളോ ഒന്നും ചത്താപച്ചയ്ക്കില്ല. ഒരു മട്ടാഞ്ചേരിക്കാരൻ, കൊച്ചിക്കാരന്റെ ആയിട്ടുള്ള ഒരു കുറച്ച് ചെറുപ്പക്കാരുടെ അഴിഞ്ഞാട്ടമാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അടി പിടി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചിത്രം ഇങ്ങനെ ഭയങ്കര രസകരമായിട്ടാണ് പോകുന്നത്. അതിന്റെ സിനിമാട്ടോഗ്രാഫ് ആയി കഴിഞ്ഞാലും അതിന്റെ സ്കെയിലിംഗ് ആയി കഴിഞ്ഞാലും എന്താ പറയാ, എടുത്തു പറയേണ്ട അതിന്റെ ഡ്രസ്സിങ് സ്റ്റൈലാണ്. അതിൻ്റെ അത് പല ആളുകളും ഉപയോഗിച്ചിരിക്കുന്ന അവരുടെ വസ്ത്രത്തിന്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ, ഭയങ്കര ഭയങ്കര എടുത്തു പറയേണ്ട ഒരു പവർഫുൾ ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ ഇത് തന്നെയാണ്. പിന്നെ പറയാലോ, അർജുൻ അശോകൻ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും മികച്ച രീതിയിലുള്ള ഒരു ചിത്രം ചെയ്തിട്ടില്ല. പുള്ളിക്കൊക്കെ ഗംഭീര ഇൻട്രോ ആണ് കൊടുത്തത്. 2 ഇൻട്രോ ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ അടിപൊളിയായിട്ട് 2 ഇൻട്രോ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പുള്ളിക്കൊന്ന് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിന്റെ ഒക്കെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു പുള്ളിയൊക്കെ ഓൾറെഡി പുള്ളിയൊക്കെ എന്താ പറയാ, നാച്ചുറൽ ആയിട്ടുള്ള ലൈഫിലൊക്കെ പുള്ളി സംസാരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ അതൊക്കെ അതേപോലെ തന്നെ പകർത്തി വെച്ചിട്ടുള്ള ഒരു സാധനം. പിന്നെ എടുത്തു പറയേണ്ട വിശാഖ് നായർ. അയ്യോ, പുള്ളിയെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. പുള്ളിയൊക്കെ ഇന്റർനാഷണൽ എന്താ പറയാ, ഇന്റർനാഷണൽ വൈബുള്ള മനുഷ്യനാണ്. ഇന്റർനാഷണൽ സിനിമയിൽ പരീക്ഷിക്കാൻ പറ്റുന്ന മുതലാണ് പുള്ളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ക്വാളിറ്റി കൊണ്ടും എന്താ പറയാ, മേക്കിംഗ് കൊണ്ടും ഒക്കെ എന്നെ വല്ലാതെ ത്രില്ലടിപ്പിച്ച ഒരു ചിത്രം തന്നെയാണ് ചത്താപച്ച എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് പോലെ പണ്ട് നമ്മൾ ബബ്ബബ്ബ എന്ന സിനിമയ്ക്കാണ് ഏറെ പ്രവർത്തകർ പറഞ്ഞത്, ഇത് വലിയൊരു മാസ് കഥയോ അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന വലിയ രീതിയിലുള്ള കഥയോ തിരക്കഥയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല. നമുക്ക് തിയേറ്ററിൽ പോയി ഇരുന്ന് കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിത്രം തന്നെയായിരുന്നു ചത്താപച്ച. പിന്നെ ഓരോ ചിത്രത്തിനും അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന പോലെ ആദ്യത്തെ ചിത്രമാണ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രമാണ്, അദ്ദേഹം മോശമാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഈ തിയേറ്ററിലേക്ക് കുറെ ആളുകളൊക്കെ എത്തിപ്പെട്ടത് ഇതിന്റെ അകത്ത് വമ്പൻ ക്യാമിയോ റോൾസ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു അഭ്യൂഹങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം പറഞ്ഞത് ഇതിന്റെ അകത്ത് മമ്മൂക്ക ഒരു കേന്ദ്ര കഥാപാത്രമല്ല, ഒരു മെയിൻ ക്യാമിയോ ആയിട്ട് മമ്മൂക്ക വരുന്നുണ്ട് എന്നുള്ളൊരു റൂമർ ഉണ്ടായിരുന്നു. പിന്നെ പടം ഇറങ്ങുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പേ ഇതിലെ ഡയറക്ടറും, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഇതിന്റെ ഡയറക്ടർ മോഹൻലാലിന്റെ ഒരു കസിനാണ്. അപ്പോൾ മോഹൻലാലും ഈ കസിൻസ്, അതായത് സംവിധായകനും
കുറച്ച് അഭിനയിച്ചിരിക്കുന്ന കുറച്ച് പിള്ളേരെല്ലാം കൂടെ ഒരു വീഡിയോ ഇറക്കില്ലേ. അപ്പൊ ആളുകൾക്കിടയിലേക്ക് എന്ത് ചെയ്തു, വല്ലാത്തൊരു വൈബ് കൂടെ വന്നു. ലാലേട്ടനും കൂടെ ഉണ്ടാവും. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ലാലേട്ടൻ നിങ്ങൾക്ക് അറിയാലോ, പണ്ടത്തെ ബോക്സറാണ് പുള്ളി. ഏത് എന്താ പറയാ, നല്ല ഇടിയും പിടിയും കാര്യങ്ങളൊക്കെ തന്നെ അനായാസം വഴങ്ങുന്ന ഒരു വ്യക്തി കൂടെയാണ്. അപ്പൊ ലാലേട്ടനും കൂടെ വന്നു കഴിഞ്ഞാൽ പടം കൊണ്ട് പൊള്ളിക്കുന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ സത്യം പറയാലോ, ചിത്രത്തിൽ ലാലേട്ടൻ ഇല്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ വാൾട്ടർ എന്ന് പറയുന്ന ഒരു ഈ പിള്ളേരുടെയൊക്കെ ഒരു ആശാനായിട്ടുള്ള ഒരു ആളായിട്ട് മമ്മൂക്ക ചിത്രത്തിലുണ്ട്. അതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു സ്പോയിലർ ആവുമെന്ന് അറിയില്ല. പക്ഷെ ചിത്രത്തില് ഈ മൊത്തത്തിലുള്ള ഈ ഒരു പടത്തിന്റെ ഒഴുക്കിനെ മമ്മൂക്ക ലാസ്റ്റ് ആണ് വരുന്നത്. ക്ലൈമാക്സിലോട് അടുത്തുള്ള ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞ ഒരു ക്ലൈമാക്സോട് അടുക്കുന്ന സമയത്താണ് മമ്മൂക്ക വരുന്നത്. പക്ഷെ മമ്മൂക്കനെ കുറിച്ച് ആദ്യ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ, ഈ പിള്ളേരുടെ ആശ എന്നുള്ള നിലയിൽ പുള്ളിയെ കുറിച്ചുള്ള വലിയ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ പുള്ളിന്റെ ഇൻട്രോ വന്ന് പുള്ളി ഈ സിനിമയിലേക്ക് ലാൻഡ് ചെയ്തതോടുകൂടി സിനിമന്റെ ലെവൽ ഒരു പിടി താഴെയാണ് ചെയ്തത്, താഴോട്ട് പോവുകയാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ഈ സിനിമയിൽ ഒരു ആവശ്യമില്ലാത്തൊരു ആള് തന്നെയായിരുന്നു. കാരണം മമ്മൂക്കന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അല്ലാതെ തന്നെ പിള്ളേര് പടം അങ്ങ് ഹൈപ്പ് കൂട്ടി അങ്ങേ തലയിൽ എത്തി വെച്ചിട്ടുണ്ട് പിള്ളേര്. കാരണം നല്ല മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ മമ്മൂട്ടി വന്നോട് കൂടിയിട്ട്, കാരണം നിങ്ങൾക്ക് അറിയാലോ മമ്മൂട്ടിക്ക് ആക്ഷൻ രംഗങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര ഒരു വഴങ്ങാത്തൊരു വ്യക്തിയാണ്. അപ്പൊ മമ്മൂട്ടിന്റെ ഒരു ക്യാരക്ടർ, വാൾട്ടർ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ മമ്മൂട്ടി ചെയ്തു വെച്ച കാര്യങ്ങളൊന്നും അത്ര എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയൊരു ഇമ്പാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല. ഒന്നും കൂടെ ഒരു റെഡിയാക്കാമായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു താരത്തെ കൊണ്ടുവരായിരുന്നു. ഇനി ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമിയോ റോൾ തന്നെ വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നത് മമ്മൂട്ടിന്റെ ആ ഒരു ഡ്രസ്സിങ് വേഷവും കാര്യങ്ങളൊക്കെ നമുക്ക് വല്ലാണ്ടൊരു